എനിക്ക് അഭിനയിക്കണം, ഞാൻ അഭിനയിക്കാനായിട്ട് ഡയറക്ടറിനെ പോയി കാണുന്നു. ഡയറക്ടർ നിനക്ക് അഭിനയിക്കാൻ കഴിവില്ലെന്ന് പറയുമ്പോൾ ഡയറക്ടർ എന്നെ കയറി പിടിച്ചു എന്ന് കേസ് കൊടുക്കുന്നു എന്നത് വാസ്തവമാണ്. ഇതേ സംഘടനയിലെ ഭാരവാഹികളായിട്ടുള്ള ഒരു മന്ത്രി തന്നെയാണ് പറഞ്ഞത്, ആക്രമിച്ച ആള് ഞങ്ങൾക്ക് ഒരുപോലെയാണ്, അതിജീവിച്ച ആള് ഒരുപോലെയാണ്. ഇതേ സംഘടന എന്ന് ശീതൾ പറയുമ്പോൾ അമ്മ സംഘടനയല്ലേ പറയുന്നത്? അതെ, അമ്മ സംഘടനയിലെ മന്ത്രി ഗണേഷ് കുമാർ തന്നെയാണ് പ്രസ് മീറ്റിംഗിൽ പറഞ്ഞത്. ഒരു സ്ത്രീ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞതാണ് എന്റെ മുഖം കാണിക്കണം. അതിലുപരി വേറൊരു സ്ത്രീ പറഞ്ഞതാണ് എന്റെ തെളിവുകളില്ല, പക്ഷെ ഒരു സ്ത്രീ പറയുന്നതാണ് ഏറ്റവും വലിയ തെളിവെന്ന്. അജിന് റേപ്പ് നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ല. ശീതളിന് നടന്നിട്ടുണ്ട്. ശീതൾ പറയുന്നത് ഇനിയും മുഖമുടികൾ അഴിയാനുണ്ടോ? തീർച്ചയായിട്ടും ഒത്തിരി പേരുണ്ട്. ഞങ്ങളൊക്കെ തുണി വിരിച്ചാണ് ഉടുപ്പ് മാറിയത് എന്നുള്ളത് പഴയ നടിമാര്. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? ഇന്ന് കാരവാൻ ഉണ്ട്. കാരവാനിൽ പോലും ഒളിക്യാമറ ഉണ്ടോ? ഹൈദരാബാദിൽ ഒരു സർവകലാശാലയില് ലേഡീസ് ഹോസ്റ്റലില് ഒളിക്യാമറ വെച്ച് 300ഓളം ചിത്രങ്ങളാണ് ആണായിട്ടുള്ള ഒരു സഹപാഠി എടുത്തിട്ടുള്ളത്. ഒരു പ്രസ് മീറ്റിംഗിൽ വിനായകൻ എന്ന് പറയുന്ന നടൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മീറ്റു എന്നൊരു ഊളപ്പേര്. മീറ്റു എന്ന് പറയുന്നത് ഗ്ലോബലി ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. വിനായകൻ പറഞ്ഞത് എനിക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ തുറന്നു ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? നിങ്ങൾക്ക് ആരോടൊക്കെ തുറന്ന് ചോദിക്കാമെന്നുള്ളതാണ് പ്രശ്നം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? കാര്യങ്ങൾ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ ഇന്നിനോടൊപ്പം ഉള്ളത് ശീതൾ ശ്യാമാണ്. നമസ്കാരം. നമസ്കാരം. ശീതൾ, എന്തുകൊണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. ഈ വിവാദങ്ങൾ വരുമ്പോഴും കാര്യം നേർക്ക് നേരെ വരുമ്പോഴും എല്ലാവരും ശീതൾ ശ്യാമിനെ വിളിക്കാനുള്ള കാരണം എന്തുവാ? അറിയത്തില്ല, സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം, പ്രതികരിക്കുന്ന. ഈ സംസാരം പ്രതികരണം പണ്ട് മുതലേ ഉണ്ടോ? ഉണ്ട്. ഈ പ്രതികരണമൊക്കെ പണ്ട് മുതലേ വരണമെങ്കിൽ ജീവിതത്തിൽ അതുപോലെ അനുഭവങ്ങളുണ്ടല്ലേ? ഒത്തിരി ഉണ്ട്. ഇപ്പം ഏമ കമ്മീഷൻ പുറത്തു വന്നു, ഒരുപാട് ഉള്ളിൽ നിറഞ്ഞ നടന്മാർ പുറത്തു വന്നു. ഇതൊക്കെ മുന്നമേ സംഭവിക്കേണ്ടതാണെന്ന് ശീതളിന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഹേമ കമ്മിറ്റി വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കമ്മിറ്റിക്ക് കാരണം തന്നെ ഒരു അതിജീവിതയാണ്. തീർച്ചയായിട്ടും അവരുടെ ഫൈറ്റിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു വലിയൊരു കളക്റ്റീവ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു സംഘടനയാണ് ഇതിന് നേതൃത്വം കൊടുക്കണേ എന്ന് പറയുന്നു, WCC എന്ന് പറയാം. പക്ഷേ WCC ഒരു സംഘടനയേക്കാൾ ഉപരി ഒരു കളക്റ്റീവാണ്. ഒത്തിരി പേര് കളക്റ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ കളക്റ്റീവിൻ്റെ ഭാഗമായിട്ട് അവർക്കൊപ്പം നിൽക്കുന്നുണ്ട്. അത് സ്ത്രീകൾ മാത്രമല്ല, ക്യൂർ ആളുകളുണ്ട്, പുരുഷന്മാരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്. നിരവധി ആളുകൾ അതിനൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി രൂപീകൃതമായതും ഇന്ന് ഇപ്പം അജിൻ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ നടക്കുക എന്ന് പറയാനായിട്ട് സാധിച്ചതും. അത് എനിക്ക് തോന്നുന്നു അത് കാലത്തിൻ്റെ കൂടി ഒരു ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. ഈ അതിജീവനയുടെ കണ്ണീരാണോ ഇതിനൊക്കെ മറുപടി? ഒരു പക്ഷേ ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ ആയിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യർക്കും ആർട്ട് സ്പേസ് അല്ലെങ്കിൽ എല്ലാ തൊഴിലിടം എന്നുള്ള രീതിയിൽ എല്ലാ തരത്തിലുള്ള ഒരു ഈക്വാലിറ്റി വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അവരെല്ലാവരും ശബ്ദം ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ അത് അതിജീവിതയാണ് അതിന് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ള വ്യക്തി. അപ്പം അവരിലൂടെ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല അങ്ങനെ തന്നെയാണ് അതിനൊരു തുടക്കം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 6-7 വർഷത്തിന് മുമ്പ് നടന്ന കാര്യങ്ങൾ ഇപ്പം കുത്തിപ്പൊക്കിക്കൊണ്ട് വരാനുള്ള കാരണം എന്താണ് ശീതൾ മനസ്സിലാക്കുന്നത്? വളരെ പ്രോഗ്രസീവായിട്ട് ആലോചിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഇക്കണോമിക്കലി ബാലൻസ്ഡ് ആയിട്ടുള്ള, എഡ്യൂക്കേഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള, ആർട്ടിസ്റ്റിക്കലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അതിജീവിത. തീർച്ചയായിട്ടും ഇപ്പോഴും ആ കുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം എത്ര വർഷമായി എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും, അല്ലെങ്കിൽ ഈ സിനിമാ ലോകമോ സാമൂഹ്യ ലോകമോ രാഷ്ട്രീയ ലോകമോ മാധ്യമ ലോകമോ ഒക്കെ ആ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അവളെപ്പോലെ അവിശ്വസിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അത്രയും ആളുകൾ അല്ലെങ്കിൽ അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരാൾ പോലും തുറന്ന് പറഞ്ഞിട്ട് പോലും ജസ്റ്റിസ് എന്ന് പറയുന്നത് വളരെ വൈകിയാണ് പലപ്പോഴും ലഭിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തുറന്നു പറയാനൊരു സാഹചര്യം ഉണ്ടാവുന്നത്?
അപ്പൊ ഇപ്പം തുറന്നു പറയാൻ കിട്ടിയ അവസരങ്ങളാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ ഒത്തിരി പേര് സംസാരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇത് കാണുന്ന ജനങ്ങൾ വിചാരിക്കുന്നത്, അല്ലെ ജനങ്ങൾ പറഞ്ഞു വരുന്ന കമന്റ്സിലാണെങ്കിൽ പോലും പറയുന്നത്, ഇത് മലയാള സിനിമയിലെ നടന്മാരെ ടാർഗറ്റ് ചെയ്യുവാന്ന് ഞാൻ പറഞ്ഞ ശീതൾ എന്ത് പറയും? പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകൾ മാത്രമല്ല ഇവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് ഒത്തിരി ഉള്ള ആളുകൾ. അപ്പൊ ഈ മലയാള സിനിമയിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണോ ഇത്? അതാണെന്ന് പറയാൻ പറ്റുമോ? ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഒരു പക്ഷെ ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്തുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ ദിവസം വിശാൽ എന്ന് പറയുന്ന നടൻ പറഞ്ഞു ഹേമ കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റി തമിഴ്നാട്ടിലും വേണം, സ്ത്രീകളെ മാനിക്കാത്ത ആളുകളെ ശിക്ഷയ്ക്ക്. അതിൽ വിശാല് പറയുന്നുണ്ട്, അതെ, ഒരു ആക്രമണം സ്ത്രീക്കെതിരെ ഉയർന്ന ചെവുക്കൽ തീർത്ത് പൊട്ടിച്ചോണം. അതെ അതെ. പക്ഷെ അത് ചെവിക്കൽ തീർത്ത് പൊട്ടിക്കുന്നതിനേക്കാൾ അത് നിയമപരമായി പോകേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് അത്തരം ആളുകളെ പ്രേരിപ്പിക്കാനായിട്ട് നമുക്ക് നിയമം ശക്തമാവണം എന്നുള്ളതാണ്. അല്ലാതെ ആക്രമിച്ചതിന് തിരിച്ചൊരു ആക്രമണം എന്നുള്ളത് ഒരു പോളിസി അല്ലല്ലോ. ഇപ്പൊ ശീതൾ നിയമത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുക, ഇപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു, ഒരുപാട് നടന്മാർ വെളിയിൽ വരുന്നു, ഒരുപാട് ആളുകൾ പരാതികളായിട്ട് പോകുന്നു. ഇത് ഇത്ര കാലം നീണ്ടിപ്പോകുമല്ലാതെ എന്തെങ്കിലും സംഭവിക്കും ഇവിടെ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ സംഭവിച്ചത്. മലയാളത്തിൽ പ്രഗത്ഭരായിട്ടുള്ള നടന്മാരുടെ വലിയൊരു സംഘടന, കോടികൾ ആസ്തിയുണ്ട്, 500-600 പരം ആർട്ടിസ്റ്റുകളുണ്ട്. ആ സംഘടന എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് എത്തിയത്? രണ്ടാമത് ഇപ്പോൾ ഫെഫ്കയും പിളർപ്പിലേക്ക് പോവാണ്. അപ്പം ഇത് പിളരുകയല്ല വേണ്ടത്. കാരണം സിനിമാ ലോകത്ത് അമ്മ എന്ന് പറയുന്ന സംഘടന മാത്രമല്ല, ഫെഫ്കയുണ്ട്, അതുപോലെ മറ്റ് ആർട്ടിസ്റ്റിക് യൂണിയനുകളുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ, ക്യാമറ അല്ലെങ്കിൽ മറ്റ് ടെക്നീഷ്യൻസിൻ്റെ പലതരം സംഘടനകളുണ്ട്. അമ്മയെ പോലെയുള്ള സംഘടനകളുണ്ട്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട്, ഫെഫ്കയുണ്ട്, നിരവധി സംഘടനകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള സംഘടനകളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടാൽ അതിനെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയി അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് സംഘടനാ ഭാരവാഹികളുടെ ചുമതലയാണ്. അല്ലാതെ പേടിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു അതിജീവിതയുടെ ഇഷ്യൂ നടന്ന പത്രസമ്മേളനത്തിൽ ഇതേ സംഘടനയുടെ ഭാരവാഹികളായിട്ടുള്ള ഒരു മന്ത്രി തന്നെയാണ് പറഞ്ഞത്, ആക്രമിച്ച ആളും ഞങ്ങൾക്ക് ഒരുപോലെയാണ്, അതിജീവിച്ച ആളും ഒരുപോലെയാണ്. ഇതേ സംഘടന എന്ന് ശീതൾ പറയുമ്പോൾ അമ്മ സംഘടനയല്ലേ? അതെ, അമ്മ സംഘടനയിലെ മന്ത്രി ഗണേഷ് കുമാർ തന്നെയാണ് പ്രസ് മീറ്റിംഗിൽ പറഞ്ഞത് രണ്ടുപേരും ഒരുപോലെയാണെന്ന്. പക്ഷെ ഒരുപാടായിട്ട് കണ്ടോ അവര്? അങ്ങനെ ഒരു പൊതുമാധ്യമങ്ങൾക്കിടയിൽ വന്ന് അദ്ദേഹം അത് സംസാരിക്കുമ്പോൾ, അദ്ദേഹം ഇപ്പോൾ മന്ത്രി കൂടിയാണല്ലോ, അതെ, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ പറയാം, എൻ്റെ വീട്ടിലൊരു അംഗത്തിനാണ് അത് സംഭവിച്ചെങ്കിൽ എൻ്റെ വീട്ടിലെ അംഗം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, അപ്പം ഞാൻ ആ സംഭവിപ്പിച്ച ആളെ കൂടെ ഞാൻ സുഹൃത്തായിട്ട് കാണാൻ എനിക്ക് സാധിക്കുമോ? നെവർ, എനിക്ക് സാധിക്കത്തില്ല. അതുപോലെയാണ് സംഘടന എപ്പോഴും ആ ആൾക്കൊപ്പം നിലകൊണ്ടിട്ടുള്ളത്, കുറ്റാരോപിതനായിട്ട് ആൾക്കൊപ്പം നിലകൊണ്ടിട്ടുള്ളത്. അത് അവർക്ക് കുറ്റബോധം ഉള്ളത് കൊണ്ട് കൂടി ആയിരിക്കാം ഇന്ന് ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുള്ളത്. ഇന്നൊരുപാട് കേസുകൾ വരുമ്പം പോലും എല്ലാം ജെനുവിനാണെന്ന് ശീതൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല എല്ലാം ജെന്യൂനാണ്. കാരണം ഒരു സ്ത്രീ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞതാണ് എൻ്റെ മുഖം കാണിക്കണം. അതിലുപരി വേറൊരു സ്ത്രീ പറഞ്ഞതാണ് എൻ്റെ തെളിവുകളില്ല, പക്ഷേ ഒരു സ്ത്രീ പറയുന്നതാണ് ഏറ്റവും വലിയ തെളിവെന്ന്. ഒന്ന് വ്യത്യസ്ത പെർസ്പെക്റ്റീവിലാണ് സ്ത്രീകൾ അതിനെ നോക്കി കാണുന്നത്. ഒന്ന്, ഒരു സ്ത്രീ പറയാണ് എനിക്ക് എൻ്റെ മുഖം ചാനലിലൂടെ കാണണം എന്ന് പറയുകയാണെങ്കിൽ അത് കാണിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ കാണിക്കുന്നില്ല. പക്ഷെ അവർ പല ചാനലുകളിൽ അത് വരുന്നുണ്ട്. ഒന്ന്, അതിനുശേഷം കാരണം അവർക്ക് ഉണ്ടായിട്ടുള്ള ട്രോമ. അപ്പം നേരത്തെ അതിന് ചോദിച്ച ചോദ്യം അങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് സംസാരിക്കുന്നത്? നമുക്ക് ഇപ്പം അജിന് റേപ്പ് നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ല. അതിനൊരു എനിക്ക് നടന്നിട്ടുണ്ട്. അപ്പൊ ശീതളിന് റേപ്പ് നടന്നു, ശീതൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിലല്ലേ അത് പറയേണ്ടത്? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് റൂമിൽ ആൺകുട്ടികൾ ചേർന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോടെ പ്രതികരിക്കേണ്ടത്? ഇത് 8ാം ക്ലാസ് എന്ന് പറയല്ലേ? ഇപ്പം വരുന്ന വാർത്തകൾ 8ാം ക്ലാസ് എന്ന് പറയാൻ പറ്റും? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ്. അതിജീവിത എന്ന് പറഞ്ഞ പെൺകുട്ടി നേരിട്ടിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള വിവേചനം രാഷ്ട്രീയക്കാർ
സർക്കാർ, മാധ്യമങ്ങൾ എല്ലാവരും അവരുടെ കൂടെ നിൽക്കുമ്പോൾ പോലും അവരിന്നും അനുഭവിക്കുന്ന ദുരിതം, അവരുടെ സമയം, അവർക്ക് കിട്ടേണ്ട പ്രൊഫഷണലായിട്ടുള്ള അവർക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഒന്നും ഇല്ലാതെയാണ് അവരിപ്പോഴും ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. അവർ അത്രയും വർഷം അനുഭവിച്ചിട്ടുള്ള ട്രോമ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം അതൊരു പെൺകുട്ടി വന്ന് എനിക്ക് ഇത്രയും സംഭവിച്ചു എന്ന് തുറന്ന് പറയണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു എനോബ്ലിംഗ് ആയിട്ടുള്ള ഒരു എൻവോൾവ്മെന്റ് ഉണ്ടാവണം, അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. ആ സാഹചര്യം ഇപ്പോൾ ഉണ്ടായി, അതിപ്പോഴാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇത് പുറത്തു വരുന്നത്. ഹെമ കമ്മിറ്റി പോലൊരു റിപ്പോർട്ട്, 230 പേജുള്ളൊരു റിപ്പോർട്ട് ഇവിടെ വരിക എന്ന് പറയുന്നതും അതിൽ ഒത്തിരി പേര് സംസാരിച്ചിട്ടുണ്ടെന്ന് സർക്കാരും ഹെമ കമ്മിറ്റിയും തന്നെ അവകാശപ്പെടുമ്പോൾ പോലും അതിൽ എത്ര പേര് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കാം? വളരെ കുറച്ച് പേരേ അല്ലേ ഇപ്പൊ വന്നിട്ടുള്ളൂ. ശീതൾ പറയുന്നത് ഇനിയും മുഖമുടികൾ അഴിയാനുണ്ടോ? തീർച്ചയായിട്ടും ഒത്തിരി പേരുണ്ട്. ഞാൻ ആദ്യത്തെ എൻ്റെ സിനിമ എന്ന് പറയുന്നത് കാബൂഡിസ്കേപ്പാണ്. അതിൽ ഒരു കടപ്പുറത്തായിരുന്നു ഷൂട്ട്. ഞാൻ ഒരു ഓട്ടോയിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റ് ആയിട്ടുള്ള 3 പേരുണ്ട്. എൻ്റെ ഉടുപ്പിൽ പിടിച്ച് മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ആൾ വലിച്ച് ഇതാക്കുക ചെയ്തത്. അപ്പോൾ അവിടെ എൻ്റെ കൂടെ നിന്ന ആളുകൾക്ക് പ്രതികരിക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് എനിക്കും പ്രതികരിക്കാൻ സാധിച്ചില്ല. കാരണം ഒരു ലൊക്കേഷനാണ്, ഒരു ഇഷ്യൂ ആ കടപ്പുറത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അവരോട് ചേട്ടന്മാരെ മാറിപ്പോന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് ആ പ്രശ്നം ഒഴിവാക്കി എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ വർക്ക് ചെയ്ത സിനിമയാണ് ആഭാസം. അതിലുണ്ടായിട്ടുള്ള സംഭവമാണ് നടി ദിവ്യ ഗോപിനാഥിനെതിരെ അലയൻസിയർ ചെയ്തിട്ടുള്ള സംഭവം. അതിൽ പക്ഷെ അന്ന് തുറന്നു പറഞ്ഞു. ഞാൻ ഒത്തിരി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. അത് തുറന്നു പറഞ്ഞതിന് ശേഷം ഞാനൊരു സിനിമയ്ക്ക് വർക്ക് ചെയ്യാനായിട്ട് പോയി, അഭിനയിക്കാനല്ല വർക്ക് ചെയ്യാനായിട്ട് പോയപ്പോൾ ഈ ആൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ഒരു കോൺവെർസേഷൻ മറ്റാളുകളായിട്ട് നടക്കുമ്പോൾ സ്ത്രീകളെക്കുറിച്ചുള്ളൊരു ഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അടുത്ത് നിൽക്കുന്നുണ്ട്. ഉടനെ അദ്ദേഹം പറഞ്ഞത്, സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി സൂക്ഷിക്കണം, WCCയുടെ ആളുകൾ ഇവിടെ ഉണ്ട്, സൂക്ഷിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ WCCന് ഭയപ്പെടുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. ഒരുപക്ഷെ അന്ന് ശീതൾ പ്രതികരിച്ചുകൊണ്ടായിരിക്കും അവർ മറുപടി കേട്ടെ. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ കണ്ടില്ല, ഞാൻ മിണ്ടിയില്ല എന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ കൂടെപ്പിറപ്പിനെ പോലെയാണ് ഞാൻ ആർട്ടിസ്റ്റിനെ കണ്ടിട്ടുള്ളത്. അവൾക്ക് നേരിട്ടുള്ള ആക്രമണം എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഇത്തരം ആക്രമണം നേരിട്ടിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് അത് പറയാൻ കഴിയണം. അറ്റ്ലീസ്റ്റ് എനിക്ക് സപ്പോർട്ട് ചെയ്യാനെങ്കിലും കഴിയണം. അല്ലാതെ നിങ്ങൾ 12 വർഷം കഴിഞ്ഞിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ, ഞങ്ങൾ സംസാരിക്കാൻ പറയുമ്പോൾ മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ എന്നൊന്നും ഒരാൾക്കും പറയാനുള്ള റൈറ്റ് ഇല്ല. അനുഭവിച്ചവർക്കേ അറിയൂ. യെസ്, ഡെഫിനറ്റ്ലി. എനിക്കാണ് അബ്യൂസ് ഉണ്ടായിട്ടുള്ളത്. ആ അബ്യൂസ് എന്ന് പറയുന്നത് പുരുഷൻ്റെ ഫാലിസ് എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അബ്യൂസീവ് ആയിട്ടുള്ള പ്രവൃത്തിയാണ്. ഈ ഫാലിസ് ആയിട്ടുള്ള എല്ലാ ആളുകളും ഇത് ചെയ്യുന്നുണ്ട്. അത് ഈ സമൂഹത്തിൽ എല്ലാവരും അങ്ങനെ ഒരു ഫാലിസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആ ആധിപത്യത്തിനെയാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ മാറ്റത്തിന് എത്ര കാലയളവുണ്ട്? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു, ഒരുപാട് ആൾക്കാരുടെ പോസ്റ്റർ വരുന്നു, ഇതിനൊരു അന്ത്യം കാണുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം കുടുംബങ്ങളിൽ എത്രത്തോളം വിവേചനം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഈ കുടുംബങ്ങളിലെ വിവേചനം നമുക്ക് തീർത്ത് മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടോ മുഴുവനായിട്ടും? ഇല്ല. ഇപ്പോഴും പെൺകുട്ടികൾ വിവാഹം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾ കൊല്ലപ്പെടുന്നില്ലേ? ഉണ്ട്. ഇല്ലേ? അവർ പുരുഷന്മാരാൽ കൊല്ലപ്പെടുന്നുണ്ട്, വീട്ടുകാരാൽ കൊല്ലപ്പെടുന്നുണ്ട്. ഇനി മതങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര സ്ത്രീകളെ ഇവിടെ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഉൾപ്പെടുത്തി അവർ മരിക്കുന്നുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ മരിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ലൈംഗികാരോപണങ്ങളില്ലേ? മാധ്യമ സ്ഥാപനങ്ങളിൽ ലൈംഗികാരോപണമില്ലേ? മീറ്റു എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ഞാനതാണ് ആദ്യം തന്നെ ചോദിച്ചത്. ഈ ലൈംഗിക ആരോപണം ഒരിക്കലും അമ്മ സംഘടനയിലോ മലയാള സിനിമയിലോ മാത്രമല്ല, പലയിടങ്ങളിലും സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ അമ്മ സംഘടനയും മലയാള സിനിമയിലെ ഓരോ നടന്മാരെയും ഇത്രയും കീറി മുറിക്കുന്നു? അതോ അറിയിക്കുന്ന കീറി മുറിക്കൽ തന്നെയാണോ? അല്ല, ഒന്ന് നമുക്കറിയാം ആരാണ് കീറി മുറിക്കുന്നത്. ഇവിടെ നടന്മാരുടെ നേരെ ഇപ്പം നമുക്കറിയാം, ഏതൊരു മനുഷ്യൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എടുത്താലും അതിന് താഴെ വരുന്ന കമൻറ്റുകൾ സ്നേഹിക്കുന്നവരെ വെറുക്കുന്നവരുടെ ഒക്കെ ആയിരിക്കാം, അല്ലേ? ഇപ്പം പാർവതി തിരുവോത്ത് ഇതിനു വേണ്ടി സ്റ്റാൻഡ് ചെയ്ത വ്യക്തിയാണ്. അവർക്ക് സിനിമ നഷ്ടമായി. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ തെറിവിളികൾ അവർ പലപ്പോഴും സോഷ്യൽ മീഡിയ ഹാൻഡ് ഓഫ് ചെയ്ത് വയ്ക്കാറുണ്ടായിരുന്നു. രമ്യ നമ്പീശൻ, അവർക്ക് എന്ത് സംഭവിച്ചു? സൈനോര എന്ത് സംഭവിച്ചു?
നല്ല പാട്ടുകാരിയായിരുന്നു. പക്ഷെ ശീതൾ പറഞ്ഞ് ഇതിനൊക്കെ ഒരുക്കം നിന്ന് കഴിഞ്ഞാൽ ഒരുക്കം ചെയ്തു കഴിഞ്ഞാൽ അവസരങ്ങൾ കിട്ടും. തീർച്ചയായിട്ടും അങ്ങനെ ഒരുങ്ങുന്നവരുണ്ടല്ലോ. അങ്ങനെ ശീതളിനോട് എപ്പോഴെങ്കിലും ഒരു കോൾ വന്നിട്ടുണ്ടോ? ശീതൾ ഇങ്ങനെ വഴങ്ങിയാൽ അവസരം തരാം. അല്ല, എനിക്ക് കോളൊക്കെ വന്നിട്ടുണ്ട്. കാരണം പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കേട്ടൊരു കഥയുണ്ട് കേട്ടോ. എന്താ? ഒരു ദുരനുഭവം ശീതളിന് നേരെ ഉണ്ടായപ്പം കൈകൊണ്ട് ഒരെണ്ണം കൊടുത്തല്ലേ ചിവുക്കലിന്. അത് സിനിമയുമായി ബന്ധപ്പെട്ടല്ല. ഞാൻ ട്രാവൽ ചെയ്യായിരുന്നു ട്രെയിനിൽ. അപ്പം ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ട്രാവൽ ചെയ്യാണ്. അപ്പോൾ ഒരു പുലർച്ചെയായി ഞാൻ ട്രിവാൻഡ്രത്ത് എത്താൻ. എനിക്ക് ചൈത്രം ഹോട്ടലിലായിരുന്നു പരിപാടി. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് എത്തുന്നതിന് മുമ്പ് വേളി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കൊച്ചുവേളിയൊക്കെ കഴിഞ്ഞാറായപ്പോൾ ഒരു RPF ജവാൻ വന്നു. അപ്പോൾ ഞാൻ എണീറ്റിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇറങ്ങുന്ന സമയത്ത് അയാൾ എൻ്റെ ബ്രസ്റ്റിൽ കയറി പിടിച്ചു. ഞാൻ ചകട് നോക്കി ഒരെണ്ണം കൊടുത്തു. ശീതളിനെ പോലെ കൈ പൊക്കാൻ എല്ലാ സ്ത്രീകളും ഒന്ന് മടിക്കുമല്ലേ? അല്ലെ അവര് തെറ്റ് പറയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒന്ന് കൈ പൊക്കുന്നതും നിയമപരമായി നീങ്ങി രണ്ടും രണ്ടാ. നിയമപരമായി നീങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ ഉണ്ട്. നമ്മൾ ആര് സഹായിക്കും? നമുക്ക് നീതി ലഭിക്കുമോ? നമ്മൾ പോലീസിൻ്റെ അടുത്ത് റെസ്പോൺസിബിൾ ആവണം. ഓക്കെ, മാധ്യമങ്ങളുടെ അടുത്ത് റെസ്പോൺസിബിൾ ആവണം, പബ്ലിക്കിൻ്റെ അടുത്ത് റെസ്പോൺസിബിൾ ആവണം. ഇതാവുമ്പോൾ ആരും അറിയുന്നില്ല. ഒരെണ്ണം കൊടുത്തു. പക്ഷെ അതല്ല ശരിക്കും പ്രോപ്പർ വേ എന്ന് പറയുന്നത്. നിയമപരമായി നീങ്ങുക എന്നുള്ളതാണ് അല്ലേ? അങ്ങനെ നിയമപരമായി നീങ്ങിയിട്ടുള്ള സർവൈവേഴ്സിന് എത്ര പേർക്ക് ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട്? കിട്ടിയിട്ടുള്ളവരെ അറിയാവോ ശീതൾ? അതുകൊണ്ടാണല്ലോ രാഷ്ട്രപതി പറഞ്ഞത് ഇന്ത്യയിൽ ഇപ്പോഴും പീഡനം നടക്കുന്നു, അതെന്നെ ലജ്ജിപ്പിക്കുന്നു എന്നുള്ളത്. ഏഷ്യൻ ടെക്സ്റ്റ് എടുത്ത് നോക്കൂ, ഇന്ത്യ 1-ാം സ്ഥാനത്താണല്ലോ സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാൻ പറ്റുന്ന രാജ്യങ്ങളിൽ. അപ്പം ഈ വയലൻസും ഡിസ്ക്രിമിനേഷനും ഹാറാസ്മെൻറ്റും ഒക്കെ നടക്കുമ്പോൾ അതൊരു വിഭാഗം പുരുഷന്മാർക്ക് നേരെ എന്നുള്ളതല്ല. പക്ഷെ ചില നടന്മാർ ഇതിൽ പെടുമ്പം മലയാള സിനിമ മൊത്തം നാണംകെടുകയല്ലേ ഇവിടെ ചെയ്യുന്നത്? അതൊരു നാണംകെടലായി തോന്നണ്ട. വേണ്ട, ഇതൊരു പുതിയ ചവിട്ടുപടിയായിട്ട് നമുക്ക് ആലോചിക്കാമല്ലോ. അതെ, നാളെ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. തീർച്ചയായിട്ടും സൂക്ഷിക്കുകയല്ല, നമുക്ക് എങ്ങനെയാണ് റെസ്പോൺസിബിൾ ആവുക. നമ്മൾ എപ്പോഴും ഒരു വുമൺ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരിക്കലും സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അവകാശം പുരുഷന്മാരുടേതല്ല. എൻ്റെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എനിക്കറിയാം. അത് നിങ്ങളുടെ ചുമതലയല്ല എന്നുള്ളതാണ്. അതായത് സമൂഹത്തിൻ്റെ മൊത്ത ചുമതലയല്ല. പക്ഷെ നമ്മളിപ്പോഴും അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ പല സ്ത്രീകളും പറയുന്നുണ്ട് ഞങ്ങളൊക്കെ തുണി വിരിച്ചാണ് ഉടുപ്പ് മാറിയത് എന്നുള്ളത്. പഴയ നടിമാര്. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? ഇന്ന് കാരവാനുണ്ട്. കാരവാനിൽ പോലും ഒളിക്യാമറ ഉണ്ടോ? ഇന്നത്തെ ന്യൂസ് ഹൈദരാബാദിൽ ഒരു സർവകലാശാലയിൽ ലേഡീസ് ഹോസ്റ്റലിൽ ഒളിക്യാമറ വെച്ച് 300ഓളം ചിത്രങ്ങളാണ് ഒരു പുരുഷനായിട്ടുള്ള അല്ലെങ്കിൽ ആണായിട്ടുള്ള ഒരു സഹപാഠി എടുത്തിട്ടുള്ളത്. മനസ്സിലായ? നമ്മുടെ ചുറ്റും ഇപ്പോൾ സർവൈലൻസ് ആണ്. നമ്മുടെ ചുറ്റും ക്യാമറയുണ്ട്, ആളുകളുണ്ട്. നമുക്ക് എവിടെ പോകുമ്പോഴും അതുണ്ട് അല്ലേ? അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു കഷ്ണം തുണി അടിച്ച് ഉടുപ്പ് മാറാൻ സാധിക്കുന്നത്? അല്ല. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് ഫെസിലിറ്റി വേണം. അപ്പോൾ കാരവാൻ ചോദിക്കുന്നത് മോശം കാര്യത്തിനല്ല. കാരവാൻ ഉണ്ടായിട്ട് പോലും ഇഷ്യൂസ് നടക്കുന്നില്ലേ? അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത സിനിമയിൽ അവർ പ്രമുഖ ആർട്ടിസ്റ്റാണ്. തമിഴിൽ വർക്ക് ചെയ്തൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ അവരുടെ അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അവരെ ഇന്നും സജീവമാണോ? അവരിന്നും സജീവമാണ്. അവരിപ്പോഴും ഒരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്. അവർ ഈ അമ്മയുടെ ഭാഗമാണ്. അവർ പുലർച്ചെ 5 മണിക്കാണ് ഞങ്ങൾക്ക് കോൾ ഉള്ളത്. 6 മണിക്ക് ലൊക്കേഷനിലെത്തണം. തൊടുപുഴയാണ് ലൊക്കേഷൻ. ഞാൻ അവർ 5 മണിക്ക് വിളിക്കാൻ പോയപ്പം അവർക്ക് ശാരീരികമായി ഒട്ടും വയ്യ. അവർ തളർന്നു കിടക്കുകയായിരുന്നു. ഉടനെ ഞാൻ പ്രൊഡക്ഷൻ മാനേജറെ വിളിച്ചു. അദ്ദേഹം മറ്റൊരു വ്യക്തിനെയും കൺട്രോളറെയും വിളിച്ചു കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്നു. നമ്മൾ വേഗം ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ടു, മെഡിസിൻ എടുത്തു, ഇഞ്ചക്ഷൻ ചെയ്തു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സീനാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരും ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ എന്നെയാണ് ക്യാമറ പേഴ്സൺ ഷൗട്ട് ചെയ്യുന്നത്. എന്തിന്? നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്നെ ഷൗട്ട് ചെയ്തപ്പോൾ ആക്ട്രസിന് വിഷമായി. കാരണം അവർക്ക് വേണ്ടിയാണല്ലോ ശീതൾ പോയത്. അപ്പം ഒന്നും മറുപടി പറഞ്ഞില്ല. ഒരു ആഫ്റ്റർനൂൺ കഴിഞ്ഞപ്പോൾ ക്യാമറ പേഴ്സൺ എന്നോട് വന്ന് സോറി പറഞ്ഞു. ചേട്ടനെ എന്താ തോന്നിയതെന്ന് ചോദിച്ചു. ഞാൻ ഈ സംഭവം അറിഞ്ഞില്ല.
മനസ്സിലായോ? ഞാൻ ഈ സംഭവം അറിഞ്ഞില്ല, പക്ഷെ ശീതളിനെ വഴക്ക് പറഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ആ ആർട്ടിസ്റ്റിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു വുമൺ ബോഡിയോ ഒരു മെൻ ബോഡിയൊക്കെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ലൊക്കേഷനിൽ ഉണ്ടാകുമ്പോൾ അത് സെറ്റ് ചെയ്യണം, അതിനെ മനസ്സിലാക്കണം, അതിന് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. എന്തുകൊണ്ടാണ് സിനിമയിൽ ICC ഉണ്ടാവുന്നത്? നമുക്ക് ജുഡീഷ്യറിയെ പേടിച്ചിട്ടാണോ? നമുക്ക് ഓൾറെഡി ജുഡീഷ്യറി ഉണ്ട് അല്ലേ? ജുഡീഷ്യറി ഉള്ള സ്ഥലത്ത് പിന്നെന്തിനാ ഒരു ICC? അതവിടെ വിവേചനം നടക്കുന്നു എന്ന് അറിയുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി ഉള്ളത്. എന്നിട്ട് പോലും ഈ പറയുന്ന ആക്രമണം അവിടെ നടക്കുന്നുണ്ട് അല്ലേ? നടക്കുന്നുണ്ട്. എന്നിട്ട് പോലും വിവേചനം നടക്കുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ജുഡീഷ്യറിയിൽ പോലും എന്തുണ്ട്? മീറ്റു ഉണ്ട്. യുനോ, ജഡ്ജിമാർക്കെതിരെയും മീറ്റു ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമൂഹം അത്ര ഫ്ലെക്സിബിൾ അല്ല. ഈക്വലായിട്ടുള്ള ഒരു സ്പേസ് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അതെല്ലാ തൊഴിൽ മേഖലയിലും, സിനിമയിൽ മാത്രമല്ല. ഇപ്പോഴത്തെ സംഭവങ്ങൾ നമ്മൾ ചിലപ്പോൾ മറന്നു പോകാം, പക്ഷേ ഇനി വരുന്നവർക്കെങ്കിലും ആയാസകരമായി ജോലി ചെയ്യേണ്ടതുണ്ട്. ഞാൻ അതാണ് ആദ്യം മുതൽ ചോദിക്കുന്നത്. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടും ഒരു കേട്ടുകഥയായിട്ട് മാറിപ്പോത്തില്ലേ പിൻകാലത്ത്? ഇല്ല, തോന്നുന്നില്ല. തോന്നാത്ത കാരണം എന്താണ് ശീതളിന്? കാരണം ഏതൊരു വിഷയത്തിലുണ്ടായിട്ടുള്ള പ്രോഗ്രസീവ് മൈൻഡും അല്ലെങ്കിൽ പ്രോഗ്രസീവ് സെറ്റിങ്സും ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ കുറച്ച് പേരുടെ ആലോചനയിലായിരിക്കും. അതായത് ശീതൾ പറയുന്ന ഒരു 3, 2, 5 പേര് ഹേമ കമ്മീഷന് വേണ്ടി കൈപൊക്കി. അതെ, അന്നെല്ലാവരും അവരെ ആട്ടിപ്പായിച്ചു. അതെ. പക്ഷെ പിന്നീട് കാലഘട്ടം തെളിയിച്ചില്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പം WCC എന്ന് പറയുന്ന സംഘടനയുടെ ആളുകളെ പലപ്പോഴും പരിഹസിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാണ് പരിഹസിച്ചുകൊണ്ടിരുന്നത്? ഇവർ തകർന്നു പോകും, ഇവർ കുറേ സ്ത്രീകൾ, ആക്ടിവിസ്റ്റുകൾ, ഫെമിനിസ്റ്റുകൾ. ഈ WCC വന്നതിന് ശേഷമാണല്ലോ ഫെമിനിസ്റ്റ് എന്ന വാക്ക് ഭയങ്കര ഓപ്പൺ ആയത്. അപ്പോൾ ഫെമിനിസ്റ്റ് എന്നൊരു വാക്കിനെ പോലും കളിയാക്കിക്കൊണ്ട് പല ആളുകളും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ വുമൺസ് ഫെസ്റ്റിവലിൽ എറണാകുളത്ത് നടക്കുമ്പോൾ വലിയൊരു സംവിധായകൻ വന്നിരുന്നിട്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ WCC ഒക്കെ ഓപ്പൺ ഡിബേറ്റ് ആയിരുന്നു സിനിമയും മാധ്യമങ്ങളും എന്നുള്ള ഒരു ചർച്ച. അതിൽ WCC മെമ്പറായിട്ടുള്ള ദിവ്യ ഉണ്ടായിരുന്നു, ജോളി ചെറിയത്ത് ഉണ്ടായിരുന്നു, ലാലി ചേച്ചി ഉണ്ടായിരുന്നു, സിനിമാ നടി ജിയോ ബേബി ഉണ്ടായിരുന്നു. അവരായിരുന്നു പാനലിസ്റ്റ്. അതിൽ ഒരു സംവിധായകൻ വന്നിരുന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ WCC എന്താ ചെയ്യുന്നത്, നിങ്ങൾ അഡ്രസ്സ് ഇല്ലല്ലോ എന്നുള്ളത്. അതായത് നിങ്ങൾ മുങ്ങി മാഞ്ഞു. പക്ഷേ അതേ ചോദ്യം ചോദിച്ച സംവിധായകൻ ഇരിക്കുന്ന സംഘടന ഇപ്പോൾ പാരലലായി. അതൊരു ടാർഗറ്റ് ആയിരുന്നു ശീതളെ? അല്ല, ടാർഗറ്റ് അല്ല. അത് അങ്ങനെ ഉണ്ടാവണം, അത് അങ്ങനെയാണ്. ഇനി എത്രയൊക്കെ നടന്മാരുടെ ഞാനൊരു കാര്യം കൂടി പറയാം. അമ്മ എന്ന സംഘടന ഒരിക്കലും പോവത്തില്ല. അമ്മ എന്ന സംഘടന ആവശ്യകതയുള്ള ഒരു സംഭവമാണ്. കാരണം അതൊരു ആർട്ടിസ്റ്റിക് മൂവ്മെന്റ് ആണ്. ആ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഒത്തിരി പേർക്ക് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരൊന്ന് മാറി നിൽക്കുന്നു. അത് അഡ്ഹോക്ക് കമ്മിറ്റി ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇനി പുതിയൊരു കമ്മിറ്റി വരുമായിരിക്കാം, അല്ലെങ്കിൽ ഈ കമ്മിറ്റി തന്നെ റിനോവേറ്റ് ചെയ്യായിരിക്കാം, ഐ ഡോണ്ട് നോ. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കുറേ സ്ത്രീകൾ അവർ ഉത്തേജകരായിട്ട് അല്ലെങ്കിൽ അവർ എഴുന്നേറ്റ് നിൽക്കുന്നൊരു സ്ഥലത്ത് അവരെ സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്തത്. അതും ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞപ്പോൾ പല സ്ത്രീകളുടെയും അവസരങ്ങൾ വരെ നഷ്ടമായിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത്, ആഭാസം ഷൂട്ട് നടക്കുമ്പോൾ ബാംഗ്ലൂര് നടക്കുമ്പോഴാണ് റിമ ഇങ്ങനൊരു മീറ്റിങ്ങിന് പോയിട്ട് വരുന്നത്. അന്ന് പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റിങ്ങിന് പോയിട്ട് വരുന്നത്. അന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ, റിമ പറയാത്ത കാര്യങ്ങൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ വരുമ്പോൾ റിമ എൻ്റെ റൂമിൽ ഇരുന്നിട്ടാണ് അത്ഭുതം കൊള്ളുന്നത്. എന്തൊക്കെ ശീതളിനോട് റീമ പറഞ്ഞിട്ടുണ്ട്? അല്ല, അന്ന് ദിവ്യ ഉണ്ട്, റിമിയൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. കാരണം അവർ ഓപ്പൺ ആയിട്ടാ കാര്യം പറഞ്ഞത്. ഈ സംഘടനയ്ക്കെതിരല്ല, അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെയല്ല. ഞങ്ങൾക്ക് നീതി വേണം, ഞങ്ങളുടെ അതിജീവിതമായിട്ടുള്ള കുട്ടിക്ക് നീതി വേണം, അതിനുവേണ്ടി സംസാരിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംഘടനയിലുള്ള ആളുകളാണ് പറഞ്ഞത് കുറ്റം ചെയ്ത ആളും അതിജീവിതയും ഒരുപോലെയാണെന്ന്, ഞങ്ങൾക്ക് എന്നുള്ളത്. ആ പത്രസമ്മേളനത്തിലാണ് അത് പറയുന്നത്. അപ്പം അത് നമുക്ക് കേൾക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്, ഒരു അഭിനേത്രിയായിട്ടുള്ളൊരു കുട്ടിയാണ് പറയുന്നത് തന്നെ ഒരാൾ ഇത്തരത്തിലുള്ളൊരു കുറ്റം ചെയ്തു എന്നുള്ളത്. അപ്പം ആ രണ്ടുപേരും ഒരുപോലെ കാണണം, ഞങ്ങളുടെ മക്കളാണെന്നാണ്, അമ്മയുടെ മക്കളാണെന്നാണ് അവർ പറയുന്നത്. അപ്പം അമ്മയുടെ മക്കളല്ലാത്ത കുറച്ച് സ്ത്രീകൾ ഇപ്പുറത്തുണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. അന്ന് നടിമാരെന്ന് വിളിച്ചതിലും ഒക്കെ ഇഷ്യൂസ് ഉണ്ടായാൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനൊരു കളക്റ്റീവ് വന്നിട്ടുള്ളതിൽ പലർക്കും പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്, ഇവരെന്താ ചെയ്യാൻ പോകുന്നത്, ഇവരെ കൊണ്ട് എന്താണ് സാധിക്കുക? ആ സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, കേരളം കണ്ടത്.
സാധിച്ചു കൊടുത്തു. അതിൽ ശീതളിന് ഒരു പങ്കുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഇവരുടെ ഒപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്. WCCന്റെ പല പരിപാടിയിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇവിടെ ഒത്തിരി മൂവ്മെൻറ്റ്സ് ഉണ്ട്, പ്രത്യേകിച്ച് കൾച്ചർ മൂവ്മെൻറ്റ്സോ ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഞാൻ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നമ്മളും അവരുടെ കൂടെ യാത്ര ചെയ്യുന്നത്. അതൊരു യാത്ര കൂടിയാണെന്ന്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ പരിസരത്തെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയോ നോക്കിക്കാണുകയോ ചെയ്താൽ ശരിയാവത്തില്ല. ചുറ്റും നടക്കുന്നതും കൂടി നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതുകൊണ്ട് ആസ് എ പേഴ്സൺ ഞാനും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ ഈ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ തൊഴിലിടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഈ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അതിലേറ്റവും വിഷമം ഉണ്ടാക്കുന്നൊരു പ്രശ്നം പങ്കുവെക്കാവോ നമ്മളോട്? അത് ഞാൻ ജോലി ചെയ്യാനായിട്ട് പോയപ്പോഴാണ്. അത് എൻ്റെ പപ്പ ഗോൾഡ് വർക്കിനാണ് എന്നെ ആദ്യം കൊണ്ടുവിടുന്നത്. അപ്പോൾ പപ്പയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അവിടെ കൊണ്ടു ചെന്നപ്പോൾ പപ്പയുടെ കുറേ ഫ്രണ്ട്സൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പം നൈറ്റ് ഡ്യൂട്ടിയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അപ്പം ഒരു 10ഓളം പേരുണ്ട്. ഇതിലൊരു 7-8 പേരോളം എന്നെ എപ്പോഴും നൈറ്റ് ഉപയോഗിക്കും. അപ്പോൾ എനിക്കത് വല്ലാത്തൊരു പ്രശ്നമാണ്. അന്ന് എന്ത് പ്രായമുണ്ട്? ഞാൻ ഒരു 12 അങ്ങനെയൊക്കെ 13 വയസ്സ്. 13 വയസ്സ്? 13 ഒരു 15 വയസ്സ്. അതായത് 9th ഒക്കെ ഡ്രോപ്പ് ഔട്ടായി ജോലിയുടെ സമയത്ത്. അപ്പോൾ എനിക്ക് ഇത് അറിയത്തില്ല, എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ലല്ലോ. സ്വന്തം അപ്പൻ അറിയായിരുന്നു ഇത്? ഇല്ല, എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ അപ്പയോട് പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ഈ ജോലി താല്പര്യമില്ല എന്നുള്ളത്. അപ്പം എൻ്റെ അപ്പ എന്നോട് റീപ്ലൈ തരുന്നത്, നിനക്ക് പെണ്ണുങ്ങളുടെ ജോലിയെ പറ്റുള്ളൂ, ആണുങ്ങൾ ചെയ്യുന്ന ഇത്ര നല്ല ജോലികളൊന്നും പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ആണുങ്ങൾ ചെയ്യുന്ന നല്ല ജോലി നമ്മൾ കണ്ടല്ലോ അല്ലേ? അതെനിക്ക് എൻ്റെ അപ്പയോട് എങ്ങനെയാണ് പറയാൻ പറ്റുക? അതെ. അപ്പം അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഈ അനുഭവം ഉണ്ടാകുമ്പോൾ അത് തുറന്ന് പറയാൻ പറ്റുന്നൊരു സുഹൃത്ത് ഉണ്ടായിരിക്കണം, അതിന് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. അന്നപ്പോൾ ശീതളിനെ കേട്ടിരിക്കാൻ ആരും ഇല്ലായിരുന്നോ? അതോ തുറന്ന് പറയാൻ പറ്റത്തില്ലല്ലേ, ആ ഒരു സാഹചര്യമായിരുന്നു? ഒരാളുമില്ല. അപ്പം ഞാൻ ചോദിക്കുന്ന, അത്രയും വിഷമം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി വെക്കുമ്പം പിന്നെ നമുക്കങ്ങ് ദേഷ്യമല്ലേ ഇത് എവിടെയെങ്കിലും അവതരിപ്പിക്കണം? ദേഷ്യമല്ല ഉണ്ടാവുന്നത്, നമുക്ക് മാനസിക തളർച്ച, അതിലുപരി നമുക്ക് ആത്മഹത്യ ചെയ്യണം എന്നുള്ള പ്രേരണ ഉണ്ടാവുന്നത്. അപ്പോൾ പലപ്പോഴും ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആലോചന ശീതളിന് വന്നിട്ടുണ്ട്? ഉണ്ട്. അവിടെ നിന്ന് പിന്നെ തരണം ചെയ്ത് എങ്ങനെയായിരുന്നു? അത് എൻ്റെ ബാംഗ്ലൂർ ലൈഫാണ്. അവിടെ പോയി കുറേ പഠിച്ചു? തീർച്ചയായിട്ടും. കാരണം ഞാൻ ആ സമയത്തൊക്കെ വിചാരിച്ചത്, ബേസിക്കലി നമ്മൾ വിചാരിക്കുന്നത്, ഇപ്പം നമുക്കൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അതെനിക്ക് മാത്രമാണ്. കറക്റ്റ്. ദെൻ ഐ എം റിയലൈസ് എൻ്റെ ചുറ്റുമുള്ള ഒത്തിരി പേർക്ക് ഇത്തരം ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്, എൻ്റെ കമ്മ്യൂണിറ്റിപ്പെട്ട ഒത്തിരി പേരെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് റിയലൈസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ എന്തായാലും ജീവിക്കണം, മരിക്കാൻ ഞാൻ തയ്യാറല്ല. ജീവിക്കണമെങ്കിൽ എനിക്ക് ഒരു കാര്യം സാധ്യമാവണം, ഞാൻ മെൻ്റൽ പവർ ഉണ്ടാക്കിയെടുക്കണം. മാനസികമായിട്ടുള്ള ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും തരണം ചെയ്യാം. ഇക്കണോമിക്കലി പവർ ഉണ്ടാക്കാം, എഡ്യൂക്കേഷണൽ പവർ ഉണ്ടാക്കാം, സൊസൈറ്റി എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, നമുക്ക് നേരെ വരുന്ന ഏത് തടസ്സങ്ങളെയും നമുക്ക്, ഏത് ബാരിയറിനെയും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. അതാണ് എൻ്റെ സ്ട്രെങ്ത് ഉണ്ടായിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് പ്രതികരിക്കാനുള്ളൊരു ശേഷി ഉണ്ടായിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനെ സഹായിക്കാനും അങ്ങനെ അവിടെ നിന്നാണ് പ്രതികരണ ശക്തി കൂടുന്നതല്ലേ? യെസ്, ഡെഫിനറ്റ്ലി. ശീതള, ഇനിയും മലയാള സിനിമയിൽ മുഖംമൂടി മാറ്റി മുന്നോട്ട് വരാൻ ഏതെങ്കിലും നടന്മാരുണ്ടോ ശീതളിൻ്റെ മനസ്സിൽ? ഒത്തിരി പേരുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി പേര് നടന്മാരായിട്ട് ഡേറ്റിങ്ങിന് പോകാറുണ്ട്, സമ്മതത്തോടെ. അപ്പം ഇവിടൊക്കെ വരുന്ന പ്രശ്നം എന്ത്? സമ്മതത്തോടെ പോകുന്നതിലല്ല, ഇത് ഒന്ന് നമുക്ക് അങ്ങനെ ഒരു സെക്സിൽ എന്ന് പറയുന്ന സംഭവത്തിൽ ഒരു ടാബ് ഉണ്ട്. ഓക്കെ, ആ ടാബ് ഇതുവരെ മാറിയിട്ടില്ല. നമുക്ക് ലൈംഗിക പ്രക്രിയയ്ക്ക് വലിയൊരു ടാബും ഉണ്ട്. അപ്പോൾ ഇത് കൺസെൻറ്റോട് കൂടി ചെയ്യാനുള്ള ഒരു പ്രശ്നമാണ് നമുക്കിപ്പോഴും സൊസൈറ്റിയിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ മീറ്റു ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ നമ്മളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും, പ്രമുഖരായിട്ടുള്ള ആളുകളാണ്. അതെ അല്ലേ?
ഈ പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് എതിരെയാണെങ്കിൽ താഴെ എത്ര പേരുണ്ടായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി വരാൻ പറ്റാത്ത അതിജീവിച്ച ആളുകൾക്ക് എത്ര പേരുണ്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം ഇനി വരാൻ എത്ര പേര്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രസ് മീറ്റിങ്ങിൽ വിനായകൻ എന്ന് പറയുന്ന നടൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് വിനായകൻ പറഞ്ഞ തെറ്റാണോ ശീതളേ? വിനായകൻ പറഞ്ഞ എതിർപ്പ് തെറ്റാണോ? അല്ല, വിനായകൻ പറഞ്ഞത് ഇങ്ങനെയാണ്, മീറ്റു എന്നൊരു ഊള പേര് എന്നുള്ളത്. അതേസമയം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇത്ര സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന്. അത് പറയാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ അയാൾക്ക് അതിനെക്കുറിച്ച് അറിയാം. എനിക്ക് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് പറയാൻ യാതൊരു മടിയുമില്ല, അത് അയാൾ പറയുന്നുണ്ട്. പക്ഷേ മീറ്റുവിന് അദ്ദേഹം പറയുന്നുണ്ട് മീറ്റു എന്നൊരു ഊളപ്പേരുന്നു. മീറ്റു എന്ന് പറയുന്നത് ഗ്ലോബലി ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ? അത് ഒത്തിരി സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒത്തിരി അനുഭവിക്കപ്പെട്ട ആളുകളുടെ ഉണ്ടായിട്ടുള്ളൊരു പേര്. അതിന് ഊളപ്പേരെന്നല്ല പറയേണ്ടത്, അത് ഉണ്ടായിട്ടുള്ള. വിനായകൻ പറഞ്ഞ ഊളപ്പേര് മീറ്റു എന്നുള്ളത് തെറ്റ്, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ വിനായകൻ പറഞ്ഞത് എനിക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ തുറന്ന് ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? അല്ല, അതിന് ഇപ്പം ഞാൻ പറയാം, നിങ്ങൾക്ക് ആരോടൊക്കെ തുറന്ന് ചോദിക്കാമെന്നുള്ളതാണ് പ്രശ്നം. അതാ ഇവിടെ പ്രശ്നം. യുനോ, അതെ. അപ്പോൾ വിനായകൻ്റെ ഭാര്യയോട് മറ്റൊരു നടൻ വന്നിട്ട് താല്പര്യം ഉണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വിനായകൻ്റെ ഭാര്യയ്ക്ക് അത് ചിലപ്പം സ്വീകരിക്കാൻ പറ്റുമോ, വിനായകൻ അത് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതെ, ശരിയാ. ഓക്കെ, ഞാൻ വന്നിട്ടുള്ളത് ജോലി ചെയ്യാനാ, തൊഴിലെടുക്കാനാ. അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് സെക്സ് കൺസെൻ്റ് അല്ല ചോദിക്കേണ്ടത്. ജോലി ചെയ്യാനുള്ള ഇത് എല്ലാവർക്കും അത് പറ്റത്തില്ല. ഇപ്പോൾ റോട്ടി നടക്കുന്ന, ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ മന്ത്രിമാരുണ്ട്, ജഡ്ജിമാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പല ആളുകളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് എനിക്ക് കൺസെൻ്റ് ഉണ്ട് ഒന്ന് ചോദിക്കാം, അത് സാധിക്കുമോ നിങ്ങളൊന്ന് പറ. മാധ്യമ സ്ഥാപനങ്ങളിലെ ആങ്കേഴ്സ് ഉണ്ട്, ആളുകളുണ്ട്, അവരോട് ചോദിക്കാൻ പറ്റുമോ? സിനിമയാവുമ്പോൾ ചോദിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അയാളെ പോലുള്ള ആളുകൾ അങ്ങനെ പറയുന്നത്. അത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ സിനിമ അയാൾക്ക് വേണ്ടി വഴങ്ങുന്നവരോ കൺസെൻറ്റോടു കൂടി അയാളായിട്ട് ഡേറ്റിങ്ങിന് പോകുന്നവരോ സെക്സ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നവരോ ഉണ്ടായിരിക്കാം. പക്ഷെ എല്ലാവർക്കും അത് ശരിയാവത്തില്ല. മീറ്റുവിന് ഒരു ഊളപ്പേരെന്ന് പറയുന്നതും തെറ്റായിട്ടുള്ള കാരണം ഇതിന് അംഗീകരിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്, ആളുകളുണ്ട്. അതുകൊണ്ടാണല്ലോ ഗ്ലോബലി ആ പദം പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ബോളിവുഡ് ആക്ടേഴ്സിന് നേരെയുള്ള മീറ്റു ആരോപണങ്ങളുണ്ട്, ഹോളിവുഡ് ആക്ടേഴ്സിന് നേരെയുള്ള മീറ്റു ആരോപണങ്ങളുണ്ട്. അതിൽ ചിലത് വിജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. മാധ്യമ സ്ഥാപനങ്ങളിലെ ലീഡേഴ്സിന് നേരെയുള്ള മീറ്റു ആരോപണങ്ങളുണ്ട്. എന്തിനധികം പറയുന്നു, രാഷ്ട്രത്തലവന്മാർ, അമേരിക്കൻ രാഷ്ട്രത്തലവന്മാർക്കെതിരെയുള്ള മീറ്റു ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഇത് അവിടെ നിന്ന് വന്നിട്ടുള്ള സംഭവം, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദമല്ല. ഇന്ന് പക്ഷെ മലയാള സിനിമയെ നമ്മൾ പോലും വിശ്വസിക്കാൻ പറ്റാത്തവരുടെ മുഖങ്ങളാണ് വരുന്നത് കേട്ടോ. തീർച്ചയായിട്ടും അത് നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുന്നത്, നമുക്കിപ്പം അതിജീവിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി അങ്ങനെ ചെയ്യുമെന്ന് അവിശ്വസിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റും ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണല്ലോ പ്രായമായിട്ടുള്ള അഭിനേതാക്കൾ പറയുന്നത് എന്തിനാണ് കിടന്നു കൊടുക്കാൻ പോയത്, സുഖം കിട്ടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നല്ലോ എന്നൊക്കെ പറയുന്നത്. യുനോ, മാത്രമല്ല അവർ പറയുന്നു, ഞാൻ കേട്ടതാണ് ഇപ്പം നിഷ സാരംഗ് എന്ന് പറയുന്ന നടി പറയുന്നത്, എന്തിനാ സിനിമയിൽ തൂങ്ങി പിടിച്ച് നിൽക്കുന്നത്, 4 വീട്ടിൽ ജോലിക്ക് പോയാൽ 10 രൂപ കിട്ടല്ലേന്ന്. അപ്പോൾ 4 വീട്ടിൽ ജോലിക്ക് പോയാൽ അവിടെ പീഡനം നടക്കത്തില്ലേ? ഹൗസ് മെയ്ഡായിട്ടുള്ള ആളുകൾക്ക് പീഡനം നടന്നിട്ടില്ലേ? സിനിമാ നടന്മാർ ഹൗസ് മെയ്ഡായിട്ടുള്ള ആളുകളെ പീഡിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇല്ലേ? ബോളിവുഡിൽ എത്ര ആക്ടേഴ്സിന് അങ്ങനെ ആരോപണം വന്നിട്ടുണ്ട്. സിനിമ ഇൻഡസ്ട്രിയിൽ സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പുരുഷന്മാരുടെ എണ്ണങ്ങൾ വരുന്നുണ്ടല്ലോ. അതെ, ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ സുശാന്ത് രാജ്പുത്ത്, അയാൾ ഇങ്ങനൊരു ഇൻഡസ്ട്രിയുടെ, അതായത് വളരെ ഹയറാർക്കി നിറഞ്ഞ ഇങ്ങനൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്ത ആളല്ലേ അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അന്ന് ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇവിടെയും ഇപ്പോൾ സംഭവിക്കുന്നത്. ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യണം, അതിനെ നീക്കം ചെയ്യണം, അതിനെ കാണണം. സർക്കാർ അതിൽ ഇടപെടണം. സർക്കാർ ഇടപെടുന്നുണ്ടോ വേണ്ടത്രേ? തീർച്ചയായും. കാരണം സർക്കാരാണല്ലോ ഇങ്ങനെ ഒരു കമ്മിറ്റീനെ നിയോഗിച്ചതും ഒത്തിരി പണം ചെലവാക്കിയിട്ടാണ് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായിട്ടുള്ളത്. ഒരു പക്ഷെ ആരും ചിന്തിച്ച് കാണത്തില്ലല്ലോ ഇങ്ങനെ ഒരു കമ്മിറ്റി വരുമെന്നും അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു വരുമെന്നും. അല്ല, ഇതിന് പുറകിൽ പ്രവർത്തിച്ച ആളുകൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഇത്രയും പൈസ മുടക്കി ഒരു കമ്മിറ്റീനെ ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു സ്ത്രീനെ തന്നെ. അതുകൊണ്ടാണ് ഒരു സ്ത്രീകളായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നം നേരിട്ട ആളുകൾ ഇങ്ങനൊരു കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി കൊടുത്തിട്ടുള്ളത്.
അല്ലേ? ആ മൊഴികൾ എന്ന് പറയുന്നത് പീഡനം മാത്രമല്ല, വിവേചനങ്ങളുണ്ട്, തൊഴിൽ നിഷേധങ്ങളുണ്ട്, ആക്രമിച്ചതുണ്ട്, അതുപോലെ തന്നെ പൈസ കൊടുക്കാത്തതുണ്ട്, സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ട്. പല പല കാര്യങ്ങളാണ് അതിൽ ഉദ്ദേശിച്ചുള്ളത്. അല്ലാതെ പറയുന്നത് ഈ പറയുന്ന റേപ്പോ അല്ലെങ്കിൽ സെക്ഷൽ ഹറാസ്മെന്റ് മാത്രമല്ല. ഓക്കെ, മറ്റൊന്ന്, ഇത് വന്നതിന് ശേഷം ഇത് വരാതിരിക്കാനായിട്ട് ആരൊക്കെ പ്രയത്നിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഹൈക്കോടതിയിൽ കേസ് പോയല്ല, ഇത് വരാതിരിക്കാനായിട്ട് ഒരു പ്രൊഡ്യൂസർ ഹൈക്കോടതിയിൽ കേസ് പോയല്ല. ഒരു നടി അവരുടെ പോർഷൻ വായിച്ചു നോക്കാൻ വേണ്ടി അവർ കേസിന് പോയല്ല. ഇത് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ മിക്ക ആളുകളും സംസാരിച്ചല്ലോ. ഒത്തിരി സംസാരിച്ചവരെല്ലാം പേടിയുള്ളവരല്ലേ? ആയിരിക്കാം, കാരണം അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവാം. എന്തായാലും എന്നെ ആക്രമിച്ച ആൾക്ക് വളരെ കൃത്യമായിട്ട് അറിയായിരിക്കാം ഞാൻ ആക്രമിച്ചിട്ടുണ്ട്, ഞാൻ എന്തായാലും അവിടെ മൊഴി പറയുമെന്നുള്ളത്. അത് തന്നെയാണ് ഭയപ്പെടുത്തുന്നത് ഇവരെ. ശീതളിന്റെ ഓരോ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അടി വരുന്നൊരു കമന്റ് കേട്ടോ, അതിന് മറുപടി കൊടുക്കാം താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ശീതളിന് കൊടുക്കാം. ഇത്രയൊക്കെ തുറന്ന് സംസാരിക്കുന്ന ശീതൾ പെർഫെക്റ്റ് ആണോ? ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ വരുന്ന ആളുകൾ അങ്ങനെയാണോ എന്ന് പരിശോധിച്ചിട്ട് വേണമെങ്കിൽ വരാം. തെറ്റിയാത്തവർ എന്നെ കല്ലെറിയട്ടല്ലേ? ഡെഫിനറ്റ്ലി. ഇനിയും ആരൊക്കെയുണ്ട് മലയാള സിനിമയിൽ? അല്ലെ ശീതളിന് മലയാള സിനിമ നടന്മാരിൽ നിന്ന് എന്തെങ്കിലും ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് നേരിടേണ്ടിയൊന്നും വന്നിട്ടില്ല, പക്ഷെ ഇത്തരം പ്രവർത്തികളെ ഞാൻ പലപ്പോഴും വാച്ച് ചെയ്തിട്ടുണ്ട്. അല്ല, ശീതളിന് നേരിടേണ്ടി വന്ന് ഞാൻ പറഞ്ഞത് സെക്ഷുവലി മാത്രമല്ല, ഇപ്പൊ ഏതൊരു ഷൂട്ടിന് പോയിട്ട് നീ ഒരു ട്രാൻസ് അല്ലേ, പൈസ വേണോ നിനക്ക്, അങ്ങനെയൊക്കെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് വിശുദ്ധരാത്രികൾ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ്. അതിൻ്റെ ഡയറക്ടർ സുനിലാണ്, പ്രൊഫസർ സുനിൽ, സ്കൂൾ ഓഫ് ഡ്രാമയിലെ. അദ്ദേഹത്തിനെതിരെ മീറ്റ് വരികയും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സിനിമയ്ക്ക് ശേഷമാണ് അതൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിലെ സ്റ്റുഡൻറ്റിനെ തന്നെ അദ്ദേഹം മിസ്ബിഹേവ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ അദ്ദേഹം ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ എടുക്കുകയാണ് ചെയ്തത്. ഈ സിനിമയിൽ 5 പേരെ കാസ്റ്റ് ചെയ്തത് ഞാനാണ്. 5 പേരിൽ ഒരാൾ ശീതളാണ്. അതെ, ഈ 5 പേരിൽ ഒരാളില്ല. ഇതിൽ ആക്ടേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ കോണ്ടാക്റ്റുകൾ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഈ കുട്ടികൾ എന്നെ വിളിച്ച് വഴക്ക് പറയുന്നത്. ഇദ്ദേഹം പലപ്പോഴും അവരെ ടെക്സ്റ്റ് ചെയ്യുകയും വീഡിയോ കോൾ ചെയ്യുകയും ഒക്കെ ചെയ്തില്ല. ചോദിക്കുന്നത് പുള്ളി ഇതൊക്കെ തന്നെ താല്പര്യമുണ്ടോ, ഇപ്പൊ വരണം, അങ്ങനെയൊക്കെ. ഈ കോണ്ടാക്ട് കൊടുക്കുന്നത് ശീതളിന് അറിയത്തില്ലായിരുന്നു പുള്ളിയെ പറ്റി? അദ്ദേഹം ഒരു പ്രൊഫസറാണല്ലോ. അപ്പൊ നമ്മൾ പ്രൊഫസറിനെ കാണുന്ന രീതി കാണും. സ്കൂൾ ഓഫ് ഡ്രാമയിലെ പ്രൊഫസർ എന്ന് പറയുമ്പോൾ അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ഒരു കാസ്റ്റിംഗ് ചെയ്യണം, ശീതൾ ചെയ്യണം. ഞങ്ങളുടെ തിയേറ്റർ നടക്കുമ്പോൾ അവിടെ വന്ന ആൾക്കാരെയൊക്കെ കാണുന്നു, ആൾക്കാരുടെ പേര് എന്നോട് ചോദിക്കുന്നു, അങ്ങനെ 5 പേരെ വിളിക്കുന്നു, നമ്മൾ ഷൂട്ടിന് പോകുന്നു, ഇവരെ കോണ്ടാക്റ്റൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പിന്നീടാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നു എന്ന് അവർ പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും പല പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെ ചോദിക്കും, കമ്മ്യൂണിറ്റി പെട്ട ഇന്നയാളുടെ ഫോട്ടോ അയച്ചു തന്നിട്ട് ഇന്നയാളുടെ നമ്പർ തരുമോ, ഇന്നയാളുടെ നമ്പർ തരുമോ. അപ്പോൾ പലപ്പോഴും എനിക്ക് അത് കിട്ടിയിട്ടുണ്ട് കുട്ടികളുടെ നിന്ന്. അവർ പറയുന്ന മറുപടി എന്തോ ശീതളിനോട്? പലരും ഇവർ ആദ്യം പറയുന്നത് അഭിനയത്തിൻ്റെ കാര്യം പറയും, പിന്നീട് വേറെ സംസാരങ്ങളാണ്. അപ്പോൾ ഈ മെസ്സേജ് അയക്കുന്ന ആൾക്കാർ വിചാരിക്കുന്ന ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമാണ്, പക്ഷെ ഇവരിത് സ്ഥിരം കേൾക്കുന്ന കാര്യമാണ്. പിന്നെന്താ, അവർക്ക് അറിയാം. ഇപ്പം നമ്മളോട് ഒരാൾ ഹായ് കഴിഞ്ഞതിന് ശേഷം ചോറുണ്ടോ, വീട്ടിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയാം. പേഴ്സണലി അടുപ്പമില്ലാത്ത ആൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കറിയാം എവിടേക്കാണ് ആ മെസ്സേജിൻ്റെ റൂട്ട് പോകുന്നത്, എങ്ങനെയായിരിക്കും ആ കോൺവെർസേഷൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം പലപ്പോഴും കുട്ടികൾ പറയും, ശീതളേച്ചി പരിചയമുള്ള ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് മാത്രം കോണ്ടാക്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാനിപ്പോൾ പലപ്പോഴും കാസ്റ്റിംഗ് എടുക്കാറില്ല, എനിക്ക് പേടിയാണ്. എനിക്കൊന്നും മനസ്സിലായി. നിങ്ങൾ നേരിട്ടിട്ട് പോയിട്ട് ചെയ്തോളൂ എന്നൊക്കെ പറയാറുണ്ട്. കാരണം വന്നാൽ അവർ സംസാരിക്കും. ഞാൻ വഴിയാണെങ്കിൽ എനിക്കും കൂടി ഇഷ്യൂ ആണ്. ഞാൻ കാരണം അവർക്കൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് എന്നെ പ്രശ്നമാണ്. മനസ്സിലായോ? ഇപ്പം ഇന്നലെയാണ് വാർത്തകളിൽ വന്നത്, ഒരു ട്രാൻസ് വുമനെ കുറച്ച് പേര് ആക്രമിച്ചത്, മീറ്റു വന്നത്. ഈ സ്ത്രീകൾക്കുള്ള പ്രിവിലേജ് കൂടുതലാണോ ശീതളെ? അതിന് പ്രിവിലേജ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ പുരുഷനും ഒരു സ്ത്രീയുടെ അടുത്ത് നിന്ന് തന്നെയാണ് വരുന്നത്. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വജൈന വഴിയാണ് വരുന്നത്.
അതേ പുരുഷൻ തന്നെയാണ് ഒരു സ്ത്രീയോട് എന്ത് ചെയ്യുന്നത്, ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് അല്ല, സ്ത്രീക്കാണ് കൂടുതൽ എന്ന് പറയാൻ നമുക്ക് ഞാൻ പ്രിവിലേജ് കൂടുതലാണോ എന്ന് ചോദിക്കാൻ കാരണം, ദുരനുഭവം ഉണ്ടാകുന്ന സ്ത്രീകൾ എന്താണെന്ന് കേസ് കൊടുക്കണം, അവർക്ക് അത്രമേൽ വിഷമമുണ്ട്. എന്നാൽ ഒരു പുരുഷനെ ടാർഗറ്റ് ചെയ്ത് ഇവനെ പെടുത്തണം, ഞാനൊരു സ്ത്രീയാണല്ലോ, സ്ത്രീ പറയുന്നതിനാണല്ലോ ഇവിടെ വില എന്ന് പറഞ്ഞ് പെടുത്തുന്നവരോട് എന്താണ് ശീതളിന് പറയാനുള്ളത്? അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം, അവർ നിയമപരമായി ശിക്ഷിക്കപ്പെടണം, അവരെ പോലുള്ള ആളുകളെ തുറന്നു കാണിക്കണം. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് സമൂഹത്തിൽ തെറ്റും ശരിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും അങ്ങനെയാണ്, എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണെന്നുള്ളൊരു കമ്പാരിസൺ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത്? അത് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴാണ്. അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞാൽ ചിലപ്പോൾ നമുക്കിത് സംസാരിക്കേണ്ടി വരില്ല. പക്ഷെ ഏതെങ്കിലും സ്ത്രീ പുരുഷന് നേരെ ചോദ്യം ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ കുറിച്ച് വരുന്നത്, സ്ത്രീകൾക്ക് ഉള്ള നിയമങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ? നമുക്കറിയാം ഈ സമൂഹം അത്രത്തോളം ഫ്ലെക്സിബിൾ അല്ല. ആ ഫ്ലെക്സിബിലിറ്റിയെ അംഗീകരിക്കാനുള്ളൊരു മാനസികാവസ്ഥ നമ്മുടെ സൊസൈറ്റിക്ക് ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വിവേചനങ്ങൾ എവിടെയുണ്ട് അതിനെ തരണം ചെയ്യാനാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, പോളിസീസ് ഉണ്ടാക്കിയിട്ടുള്ളത്, നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ നിയമം അങ്ങനെയാണ് അല്ലേ? ഇപ്പം നമുക്കറിയാം, അതിന് ശതമാനം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം വിവാഹശേഷം കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു സ്ത്രീ പുറത്ത് പറയുമ്പോഴാണ് അതറിയുന്നത്. പുരുഷന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രിവിലേജ് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇന്ന് ശീതളിനെയാണ് ഇൻ്റർവ്യൂ എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പം നമ്മളൊരു പോൾ ഇട്ടപ്പോൾ അതിൽ വന്നൊരു കമൻ്റാണ്, ശീതളിനോട് ഈ ക്വസ്റ്റ്യൻ മെയിനായിട്ട് ചോദിക്കണം. ചോദിച്ചോട്ടെ? ചോദിക്കാം. എനിക്ക് അഭിനയിക്കണം, ഞാൻ അഭിനയിക്കാനായിട്ട് ഡയറക്ടറിനെ പോയി കാണുന്നു, ഡയറക്ടർ നിനക്ക് അഭിനയിക്കാൻ കഴിവില്ലെന്ന് പറയുമ്പോൾ ഡയറക്ടർ എന്നെ കയറി പിടിച്ചു എന്ന് കേസ് കൊടുക്കുന്നു എന്നത് വാസ്തവമാണോ? അത് എനിക്കറിയത്തില്ല. അങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇപ്പം നമ്മൾ അവസരം എന്ന് പറയുന്നത് നമ്മൾ തേടി വരുന്ന അവസരങ്ങളാണ് ആണ്. അല്ലെ കഴിവ് കണ്ടുവരുന്നതുണ്ട്. അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻറ്റൻഷൻ ആയിരിക്കും. ആ ഇൻറ്റൻഷനെയാണ് നമ്മൾ ശരിക്കും ബ്രേക്കപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അപ്പം എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്, അതിപ്പോൾ ആരും അളക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ശീതള, ഇനിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മുന്നോട്ടുള്ള യാത്രകൾ എന്തായിട്ട് മാറും? നിയമപരമായിട്ട് മുമ്പോട്ട് പോകണം, എല്ലാവരും ശിക്ഷിക്കപ്പെടണം, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. സമൂഹങ്ങളും മാധ്യമങ്ങളും ഇവിടുത്തെ ഭരണകൂടവും അവരോടൊപ്പം നിൽക്കാനായിട്ട് ശ്രമിക്കണം. കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാത്രമല്ല നമ്മൾ കണക്കിലെടുക്കേണ്ടത്, ഇനിയും ഒത്തിരി പേർക്ക് തൊഴിലെന്ന് പറയുന്ന ഈ പറയുന്ന സിനിമ വ്യവസായത്തിൽ ജോലി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് ഈ കാരണത്താൽ മാറ്റി വെക്കല്ലാരെ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തുറന്ന് സംസാരിക്കാൻ നമ്മൾ ഇനിയും കൂടും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വരാനുള്ള ഒരു സാഹചര്യമാണല്ലോ നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. അത് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യം. അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ തന്നെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കട്ടെ. അന്ന് ഒരുമിച്ച് നിന്ന ടീം ഇന്ന് വളർന്നു, ആളുകൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്.